ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മീൻകറി റെസിപ്പി കണ്ടാലോ? ഏട്ടയാട്ടോ കിട്ടിയത്. ഏട്ടൻ വൈകിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്, പുഴയിലത്തെ ഏട്ട. അപ്പം നമുക്കിതൊന്ന് സൂപ്പറായിട്ട് കറി വെച്ച് നോക്കാം. അപ്പോൾ ഏട്ടയൊക്കെ നന്നായി മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ആ ചട്ടിയിലൊക്കെ വെള്ളം വറ്റിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മുളകിട്ട കറിയൊക്കെ വെക്കുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മസാലയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഏട്ട മുളകിട്ടതായതുകൊണ്ട് തന്നെ ഇതിന് നല്ല മസാല വേണ്ടല്ലോ. അത്യാവശ്യം എരിവോ പുളിയോ ഒക്കെ ഉണ്ടെങ്കിലല്ലോ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആവശ്യത്തിന് വേണ്ട മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ മീൻ മുറിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ മസാല ഒന്ന് തിളപ്പിച്ചെടുക്കുക. മൂടി വെച്ചിട്ടൊന്ന് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5-8 മിനിറ്റ് നന്നായി അടച്ച് വേവിച്ച് വെച്ചതിന് ശേഷം അതാ നമ്മളെ അടിപൊളി സൂപ്പറായിട്ടുള്ള ഏട്ട കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചോറോ അല്ലെങ്കിൽ നല്ല പൂളയോ പൊറാട്ടയോ എന്തിൻ്റെ കൂടെ ആണെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പം നമ്മളെ കറീൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ സംഗതി റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.